നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പേഴ്സണൽ ലോൺ എടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പേഴ്സണൽ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകുമെന്നതിന് ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാൻ, അത് ഒഴിവാക്കാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് അറിയാം, നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കണം. ഒന്ന്, 90 ദിവസം കുടിശ്ശികയായാൽ അക്കൗണ്ട് NPA ആയിട്ട് മാറും. 90 ദിവസം ആയി കഴിഞ്ഞാൽ ബാങ്കുകൾ റിക്കവറി നടപടികൾ ആരംഭിച്ചു തുടങ്ങും. സിബിൽ സ്കോർ വളരെ വേഗത്തിൽ താഴേക്ക് പോകും എന്നാണ് പ്രത്യേകത. ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ്. 90 ദിവസം കുടിശ്ശികയാൽ 30 ദിവസം കഴിയുമ്പോൾ വിളി വരും, 60 ദിവസം വീണ്ടും വിളിക്കും. ആൻഡ് 90 ദിവസം കഴിഞ്ഞ് വേറെ രക്ഷയില്ല, അത് NPA ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്കുകൾ റിക്കവറി നടപടികൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ സിബിൽ സ്കോർ കുറയും. അത് തന്നെയാണ്. സോ ബാങ്കുകളുടെ നിയമ നടപടികളെ കുറിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ്, നോട്ടീസ് ആൻഡ് കോൾസ്. ആദ്യം ഓർമ്മപ്പെടുത്തലുകൾ, പിന്നീട് ഔദ്യോഗിക ഡിമാൻഡ് നോട്ടീസ് അയക്കും. ഫസ്റ്റ് നമ്മളെ കോൾ വിളിക്കും. ചിലപ്പോൾ നമ്മളെ ബാങ്ക് മാനേജർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ കാണും, നമ്മൾ വിളിച്ച് അറ്റൻഡ് ചെയ്തതിൽ കാണും. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് വിളിപ്പിക്കും. ബാങ്കിൽ വിളിപ്പിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും, എന്നിട്ട് നോക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒഫീഷ്യലി പിന്നെ ലെറ്റർ അയക്കും. ഡിമാൻഡ് നോട്ടീസ് ഡയറക്റ്റ് ഒഫീഷ്യൽ അയക്കും. നിർബന്ധമായിട്ട് അവർ അയക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അയക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിലാണ് ലീഗൽ ആക്ഷനിലേക്ക് പോകും ഈ സംഭവം. എന്നിട്ടും നിങ്ങൾ അടക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ ആക്ഷനിലേക്ക് പോകും. വക്കീൽ നോട്ടീസ് അല്ലെങ്കിൽ ലോക് അദാലത്ത് വഴി സെറ്റിൽമെന്റിന് നിങ്ങളെ വിളിക്കും. അതായത് സെറ്റിൽമെന്റിന് വിളിക്കും. ഇപ്പൊ ഇത്ര ഇൻട്രസ്റ്റ് നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് തരും. അപ്പൊ എപ്പോഴും ഈ സെറ്റിൽമെന്റ് ചെയ്തു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ഇത് കാണിക്കും നമ്മുടെ സിബിൽ സ്കോർ കുറഞ്ഞിട്ട് ഉണ്ടാവും. ഒരു ലോൺ സെറ്റിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ എപ്പോഴും കുറഞ്ഞു കിടക്കും. നമ്മളെ കൊണ്ട് അടക്കാൻ കഴിവില്ലാത്തതിനാൽ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് തന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കാണിക്കും. അപ്പൊ ഇങ്ങനെ അടക്കാൻ കഴിവില്ലാത്തവനെ സെറ്റിൽമെന്റിലൂടെ ബാങ്ക് പൈസ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പോലും ഇത് എപ്പോഴും കാണിക്കും. അടുത്തൊരു ലോൺ എടുക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കും. HDFC ലോൺ എടുത്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ലോൺ ICCയിൽ എടുക്കാൻ പോകുമ്പോൾ ഇവൻ പണ്ടൊരിക്കൽ ഇതേപോലെ ലോൺ കൊടുത്തിട്ട് ഇന്ന ബാങ്കിനെ പണിഞ്ഞതാണ് എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മളെയും പണിയും, ഇവന് ലോൺ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കും. പിന്നെ ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, കിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സെറ്റിൽമെന്റ് പ്രോസസ് പോയിട്ടുണ്ടെങ്കിൽ പലരും സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ ഈസി ടാസ്ക് ആണ്, വളരെ സിമ്പിൾ ആണ്, എന്തായാലും നടന്നല്ലോ, സന്തോഷമായല്ലോ, ഹാപ്പി എന്നൊക്കെ വിചാരിക്കും. അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഏകദേശം ലോൺ 1 lakh ലോൺ എടുത്തിട്ട് അത് 3 lakh വരെ എത്തി. അവസാനം സെറ്റിൽമെന്റ് കിട്ടി. 1 lakh അത് സെറ്റിൽമെന്റ് ചെയ്തു ലോൺ. പക്ഷെ പുള്ളി അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ ലോൺ എന്നും സിബിൽ ഇത് ഇങ്ങനെ അവിടെ കിടക്കും. ഈ എമൗണ്ട് അടക്കാതിരുന്ന കാര്യം എന്നും അവിടെ കിടക്കും എന്നതാണ് ഈ യാഥാർത്ഥ്യം. അപ്പം നമുക്ക് ബെനിഫിറ്റ് ആണ്, ഒരു ഓബിയസ്ലി ബെനിഫിറ്റ് ആണ്. പിന്നീട് നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ലോൺ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുമെന്നാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത്. പരിഹാര മാർഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, ഒളിച്ചോടരുത്. ബാങ്കുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അപ്പൊ ഞാനൊക്കെ എങ്ങനെയാണ് ലോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യം എനിക്ക് പോലും ഉണ്ടായിട്ട് എത്രയോ തവണ ഐ തിങ്ക് എന്റെ വീട്ടിലേക്ക് ബാങ്കിൽ നോട്ടീസ് അയച്ചു. അപ്പൊ നോട്ടീസ് കൊണ്ട് ബാങ്കിൽ പോയി ഞാൻ അപ്പൊ തന്നെ അപ്രോച്ച് ചെയ്യും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. ഒരിക്കലും ബാങ്കിന്റെ ഫോൺ കോൾ എടുക്കാതിരിക്കുക എന്നല്ല. വെറുതെ ആണെങ്കിൽ പോലും മന്ത്ലി ഒരിക്കലെങ്കിലും നമ്മുടെ ഹോം ബ്രാഞ്ചിലേക്ക് പോകാറുണ്ട്, പോയിട്ട് സംസാരിക്കാറുണ്ട്. എല്ലാ BM വരുമ്പോഴും അവരുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുവെക്കാറുണ്ട്. വെറുതെ ആയിട്ട് ബാങ്കിൽ പോയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിചയപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു പാർട്ട് തന്നെയാണ്. എപ്പോഴും നമ്മുടെ ട്രാൻസാക്ഷൻ ഓൺലൈൻ വഴിയാണല്ലോ. അപ്പൊ എപ്പോഴും ബാങ്കുമായിട്ട് ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കുക, സംസാരിക്കുക, കുറെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതൊക്കെ വഴി നമുക്ക് ആ ഒരു ഡീലിംഗ് എപ്പോഴും നല്ലൊരു ഡീലിംഗ് ഉണ്ടാവും. അപ്പോൾ ബാങ്കുമായിട്ട് നല്ല സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കുറെ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. സമയം കൂട്ടിത്തരാൻ പറ്റും, ലോണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോണൊക്കെ കാലാവധി കൂട്ടിത്തരാൻ പറ്റും, EMI കുറച്ച് തരാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ ബാങ്കുകൾക്ക് ചെയ്തു തരാൻ പറ്റും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ബാങ്കിന് പലതും ചെയ്തു തരാൻ പറ്റും. നമുക്ക് അതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മളുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അടക്കാൻ പറ്റില്ലെങ്കിൽ കൂടി അതിന്റെ റീസൺ ബാങ്കിന് അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് ബാങ്കിന് അറിയും. അപ്പൊ നമുക്ക് എന്തൊക്കെ റിസോഴ്സുകൾ ഉണ്ട്, റവന്യൂ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ 2 മാസം കൊണ്ട് അടക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ 2 മാസത്തെ സാഹചര്യം വരുമ്പോൾ നമുക്ക് അടുത്ത 3-ാമത്തെ ദിവസം നമുക്ക് ഓക്കെ ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ബാങ്കിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 2 മാസം അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അവർക്ക് മറ്റുള്ള റിക്കവറി പ്രോസസ്സിൽ പോവാതിരിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ ബാങ്ക് BM-ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ്. എന്ത് പറഞ്ഞാലും BM-ന് ഇതൊക്കെ കേൾക്കേണ്ടി വരും. BM നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയാലും ബ്രാഞ്ച് മാനേജറിനെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് ഫയർ ചെയ്യും. ആ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഫയറിംഗ് ആണ്. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ എപ്പോഴെങ്കിലും BM-ന്റെ മുമ്പിലൊക്കെ അയാൾ അങ്ങനെ ചെയ്തതില്ല, ഇയാൾ ഇങ്ങനെ ചെയ്തതില്ല എന്ന് പറയാറുണ്ട് BM-ന്. പക്ഷെ ആ BM
അനുഭവിക്കുന്ന ഫയറിങ് അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കൂല. പിന്നെ അത്രയും വലിയൊരു ഫയറിങ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് വരാറുണ്ട്. ഇവർക്ക് കോള് വരാറുണ്ട്. കോള് വന്നിട്ട് വരെ ഇങ്ങനെ ഫോൺ കോൾ ഇട്ട് ഇങ്ങനെ ഇവരെ ഓരോ കാര്യം എന്ന് ചെയ്തില്ല പ്രഷറിന്റെ മേളിൽ പ്രഷറാണ്. ജീവിതത്തിന് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എത്രയോ ബാങ്ക് മാനേജർ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രഷറാണ് എല്ലാ മേഖലയിലും ഉണ്ട്. ഇവർക്ക് അതിനേക്കാൾ കൂടുതൽ പ്രഷർ ഇവരുടെ തലയിലാണ് ഈ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാൻസ്ഫർ കിട്ടും, പെനാൽറ്റി ട്രാൻസ്ഫർ കിട്ടും, പിന്നെ അതുപോലെ തന്നെ വലിയ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കും. എപ്പോഴും ബാങ്ക് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഇതൊരു നോട്ടപ്പുള്ളിയായിട്ട് മാറും പുള്ളി. അങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊന്നും പോയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടാത്തത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു അപ്രോച്ച് ബാങ്കുമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ സംസാരിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം. 2, ലോൺ റീസ്ട്രക്ചറിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ചെയ്തു തരാൻ പറ്റും. BM ചെയ്തു തരാൻ പറ്റും. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വഴി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. അടുത്ത 3, തിരിച്ചടവ് കാലാവധി നീട്ടുക. 2 കാര്യം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ദിവസം പോയിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയും. ഇനീഷ്യലി നല്ല ബന്ധം ഉണ്ടെങ്കിൽ അവർ തന്നെ ഇത് നമുക്ക് പറഞ്ഞു തരും എന്നതാണ് അഡ്വാൻറ്റേജ്. അടുത്തത് സാമ്പത്തിക ആഘാതം, കോസ്റ്റ്, പെനാൽറ്റി, പീനൽ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് കാരണം വലിയ ബാധ്യത ഇരട്ടിയാവും. എനിക്ക് തോന്നുന്നു ഓരോ EMI പെൻഡിങ് ആകുമ്പോൾ അതിനകത്ത് അവര് ഈ ചെക്ക് ബൗൺസ് ചാർജ്, അതുപോലെ തന്നെ പെനാൽറ്റി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് മുകളിൽ ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ അവർ ചേർക്കും. വലിയൊരു എമൗണ്ട്, ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് കറക്റ്റ് ഡേറ്റിൽ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ നോക്കിയാൽ വലിയൊരു ചാർജസ് നമുക്ക് വരും ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ പോലും. അടുത്താണ് സെറ്റിൽമെന്റ്, ഓൺ ടൈം സെറ്റിൽമെന്റ്, OTS വഴി തുക കുറച്ച് ലോൺ തീർക്കാൻ പറ്റുന്ന അവസരമുണ്ട്. പക്ഷെ അത് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം, നല്ല കാര്യം തന്നെയാണ്. ഒരു രക്ഷയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഈ സെറ്റിൽമെന്റ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഏതെങ്കിലും ഒരു നല്ല കാലം വരുമ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ആ ബാങ്കുകൾ നമ്മളൊരു അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് കാണും, തിരിച്ചടക്കാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മളെ കാണും. ഇമ്പോർട്ടന്റ് ഇമ്പാക്ട്, OTS ചെയ്താൽ സിവിൽ സെറ്റിൽഡ് എന്ന് രേഖപ്പെടുത്തും. ഭാവിയിൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് നിങ്ങളുടെ അവകാശങ്ങൾ. റിക്കവറി ഏജന്റുമാർക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു അവകാശവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ നിങ്ങളെ ഫോൺ വിളിക്കാനും പാടുള്ളൂ. അത് കഴിഞ്ഞ് രാത്രി 10 മണിക്കോ 9 മണിക്കോ വിളിക്കാനുള്ള ഒരു അവകാശമില്ല. തുടർച്ചയായ ശല്യമുണ്ടായാൽ RBI ഓംബുഡ്സ്മാൻ വഴി പരാതി നൽകാനുള്ള RBIയുടെ ഓംബുഡ്സ്മാന്റെ പോർട്ടലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് പരാതി നൽകാം. ഈ കോൾ റെക്കോർഡിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് ചെയ്ത കാര്യം, ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായീകരണം ഉണ്ടായിരിക്കണം എപ്പോഴും. ഞാൻ ബാങ്കുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, എന്നിട്ടും എന്നെ ഫോൺ വിളിച്ചു, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഈ പരാതി എനിക്ക് അനുഭവം ഉള്ള കാര്യമാണ്. എന്നെ ഇതേപോലെ ഒരു നൈറ്റ് എപ്പോഴും ഒരു കോള് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കോള് വന്ന സമയത്ത്, ഈ കോള് വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, കോള് വന്ന് വിളിച്ച ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, ഡേ ടൈമിൽ ഇന്ന് ഞാൻ BM പോയിട്ട് നേരിട്ട് കണ്ടതേ ഉള്ളൂ. BM കണ്ടിട്ടാണ് വരുന്നത്, കണ്ടിട്ടാണ് പിന്നെ രാവിലെ. അത് നമുക്ക് പറയേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെ ഈ കോൾ റെക്കോർഡ് ചെയ്ത് നമ്പറൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെപ്പോഴും കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ഈ കോള് വിളിക്കുന്ന ആൾക്കാർക്ക് BM നമ്മൾ കണ്ടോ ഇല്ലയോ സംസാരിച്ചോ ഒന്നും അറിയില്ല. അവർക്കൊരു CRM, ഒരു പോർട്ടൽ ഇങ്ങനെ വരും. ആ പോർട്ടലിനകത്ത് ഒരു ആപ്പിനകത്ത് ഇങ്ങനെ നമ്പർ കാണും, വിളിച്ചോളുക, അവന്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ വരും, അത് വിളിച്ചോളും. അത് റിക്കവറി ടീം, വേറെ തന്നെ ഒരു ടീമാണ് വിളിക്കുന്നത്. അവർക്ക് എന്ത് നടന്നു എന്നതിനെ കുറിച്ച്, അത് കഴിഞ്ഞ് എന്ത് നടന്നു അറിയില്ല. ഈ എത്രയോ ദിവസത്തെ ഡാറ്റയൊക്കെയാണ് കൊടുക്കുക. ചിലപ്പോൾ കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പുള്ള ഡാറ്റയൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ ഇന്നായിരിക്കും. ഇന്നലെ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടുണ്ടാവും നമ്മൾ. അപ്പൊ എന്നിട്ട് പിന്നെ ആയിരിക്കും വിളിക്കുക. പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം പിന്നെയും വിളിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പല സാഹചര്യങ്ങളൊക്കെ വരും. അതിനെ പിന്നെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല. നമ്മളതിനെ മാനേജ് ചെയ്ത് പോവുക എന്നത് മാത്രമാണ്. നെക്സ്റ്റ്, ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ താൽക്കാലികമാണ്. ശരിയായ പ്ലാനിങ്ങിലൂടെ അവ മറികടക്കാം. ബാങ്ക് നോട്ടീസുകൾക്ക് ഒരിക്കലും അവഗണന പാടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ട് താൽക്കാലികം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വരുമാനം കൂട്ടുക എന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോയാലും, നമുക്ക് ഒരു രക്ഷയിൽ ഒരു പൈസയും ഇല്ല എന്ന് തോന്നിയാലും അപ്പോൾ പോലും നമ്മൾ ചിന്തിക്കുക, ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര ബാധ്യത വന്നാലും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പൊ എന്റെ വണ്ടികൾ, എന്റെ ലോണുകൾ, ഇതൊക്കെ കണ്ടിട്ട് എന്റെ നാട്ടിലുള്ള പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എത്ര വലിയ ബാധ്യതയാണ് നിനക്ക്, എങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ഓരോ മാസം അടക്കാൻ പറ്റുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവർക്ക് ഒരു അത്ഭുതം പോലെ കാണുന്ന ഒരാൾ, അത്രയും വലിയ EMI ഇവരെങ്ങനെ അടച്ചു പോകുന്നു, കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ അടച്ചു പോകുന്നു എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്, പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് നമുക്ക്. ഈ സിസ്റ്റം ബ്രേക്ക് ആയാലും എവിടെ വെച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം, എവിടെ വെച്ച് ബ്രേക്ക് ആവും, അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് ബ്രേക്ക് ആവാം, ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് സഡൻ ഇൻസിഡന്റിൽ ബ്രേക്ക് ആയാൽ എന്ത് സംഭവിക്കും. അപ്പൊ അങ്ങനെ ഓരോ ഇൻസിഡന്റുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട്, വിർച്വലി ക്രിയേറ്റ് ചെയ്തിട്ട്, ആ ഇൻസിഡന്റുകൾ വന്നാൽ അവിടെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇങ്ങനെ വലിയ ലോണുകൾ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും പറയുന്നു,
സാമ്പത്തിക പ്രതിസന്ധികൾ താൽക്കാലികമാണ്. ശരിയായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മറികടക്കാം എന്നതിലും ഒരു തർക്കവുമില്ല. ഇതൊന്നും അറിയാതെ ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. എല്ലാവർക്കും വീഡിയോ ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. മറ്റൊരു മികച്ച വീഡിയോ ആയിരുന്നു. നാളെ കാണാം. ബൈ.